ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പാഠപുസ്തകത്തോടൊപ്പം എന്ന ചാനലിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേറ്ററ്റ് പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവർക്കായിട്ടുള്ള സിലബസ് അധിഷ്ഠിത ക്ലാസ്സുകളാണ്. നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റ് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കേറ്ററ്റിൻ്റെ ഒത്തിരി ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സിലബസ് വൈസ് ക്ലാസ്സുകൾ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് ചൈൽഡ് ബിഹേവിയർ, അതായത് നമ്മുടെ കേറ്ററ്റ് സിലബസിലെ സൈക്കോളജിയിൽ ആദ്യം വരുന്ന ടോപ്പിക്കാണ് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് ചൈൽഡ് ബിഹേവിയർ. കുട്ടികളുടെ ബിഹേവിയർ പഠിക്കുവാനായിട്ടുള്ള എന്തെല്ലാം മെത്തേഡ്സ് ആണെന്നാണ് നമ്മളിന്ന് നോക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ പാഠപുസ്തകത്തോടൊപ്പം എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കേണ്ട, ഓൾ എന്ന് പ്രസ് ചെയ്യുക ബെൽ ബട്ടൺ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ കേറ്ററ്റ് പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന എല്ലാ കൂട്ടുകാരെയും ഈ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് ചൈൽഡ് ബിഹേവിയർ ആണ് നമ്മൾ പഠിക്കുന്നത്. മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് ചൈൽഡ് ബിഹേവിയർ, കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കുവാനായിട്ടുള്ള മെത്തേഡ്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുവാനായിട്ട് പോകുന്നത് 4 മെത്തേഡ്സുകളാണ്. അതായത് കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കുവാനായിട്ടുള്ള 4 മെത്തേഡ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഒന്നാമത്തെ മെത്തേഡാണ് ഒബ്സർവേഷൻ. ആദ്യത്തെ മെത്തേഡാണ് ഒബ്സർവേഷൻ. 2 കേസ് സ്റ്റഡി. രണ്ടാമത്തെ മെത്തേഡാണ് കേസ് സ്റ്റഡി. മൂന്നാമത്തെ മെത്തേഡാണ് ഇൻ്റർവ്യൂ. 4ാമത്തെ മെത്തേഡാണ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. അപ്പോൾ കുട്ടികളുടെ ബിഹേവിയർ, ചൈൽഡ്സിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കുവാനായിട്ടുള്ള 4 മെത്തേഡുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തത് ഒബ്സർവേഷൻ, 2 കേസ് സ്റ്റഡി, 3 ഇൻ്റർവ്യൂ, 4 സൈക്കോളജിക്കൽ ടെസ്റ്റ്. ക്ലിയർ ആയല്ലോ? നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ മെത്തേഡായിരുന്നു ഒബ്സർവേഷൻ. ആദ്യത്തെ മെത്തേഡാണ് ഇത് ഒബ്സർവേഷൻ. ആദ്യത്തെ മെത്തേഡാണ് ഒബ്സർവേഷൻ. എന്താണ് ഒബ്സർവേഷൻ എന്ന് നമുക്ക് നോക്കാം. ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷണ രീതി എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്, അല്ലേ? അപ്പോൾ ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻ ഓഫ് സംതിങ് എസ്പെഷ്യലി ഫോർ ദ പർപ്പസ് ഓഫ് കളക്ടിങ് ഡാറ്റ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി നമ്മൾ നിരീക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ഒബ്സർവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്? എക്സാമിനേഷൻ ഓഫ്. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻ ഓഫ് സംതിങ് എസ്പെഷ്യലി ഫോർ ദ പർപ്പസ് ഓഫ് കളക്ടിങ് ഡാറ്റ. ഡാറ്റാസ് കളക്ട് ചെയ്യുവാനായിട്ട് നമ്മൾ ഒരു പർപ്പസോട് കൂടി ഒരു കാര്യത്തെ ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് ഒബ്സർവേഷൻ അഥവാ നിരീക്ഷണ രീതി എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ അത് നേരിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിരീക്ഷിക്കുന്ന രീതിയെയാണ് നമ്മൾ നിരീക്ഷണ രീതി എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ അത് സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നേരിട്ട് നിരീക്ഷിക്കുന്ന രീതിയാണ് ഏത്? ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഇനി പലതരം ഒബ്സർവേഷൻസ് ഉണ്ട്. ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ അടുത്തതായിട്ട് നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ ആണ് നമ്മളിനി നോക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ടൈപ്പ് ഒബ്സർവേഷൻ ആണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഭാഗഭാഗിത്വ നിരീക്ഷണ രീതി. അതായത് ഒബ്സർവേഷനിൽ തന്നെ ആദ്യത്തെ ഒബ്സർവേഷൻ രീതിയാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഭാഗഭാഗിത്വ നിരീക്ഷണ രീതി. ക്ലിയർ ആയല്ലോ? ഭാഗഭാഗിത്വ നിരീക്ഷണ രീതി. അതായത് ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒബ്സർവർ ബിക്കം ദ പാർട്ട് ഓഫ് ദ ഗ്രൂപ്പ് വിച്ച് വാണ്ട്സ് ടു ഒബ്സർവ്. അതായത് നിരീക്ഷകന് നിരീക്ഷണ വിധേയമാകുന്നവരുടെ ഒപ്പം നിന്ന് നിരീക്ഷിക്കുന്ന രീതി. നിരീക്ഷകൻ നിരീക്ഷണ വിധേയമാകുന്നവരുടെ ഒപ്പം നിന്ന് നിരീക്ഷിക്കുന്ന രീതിയാണ് ഏത്? പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഭാഗഭാഗിത്വ നിരീക്ഷണ രീതി. ആ ഒരു വാക്കിൽ തന്നെയുണ്ട്, അല്ലേ? പാർട്ടിസിപ്പൻ്റ് ആയിട്ട് നിൽക്കുന്നു. അതായത് നമുക്ക് ആരെയാണോ നിരീക്ഷിക്കേണ്ടത് ആ ഗ്രൂപ്പിൻ്റെ അകത്ത് നിരീക്ഷിക്കുന്ന വ്യക്തി അകത്ത് നിന്നുകൊണ്ട് തന്നെ നിരീക്ഷിക്കുന്ന രീതിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭാഗഭാഗിത്വ നിരീക്ഷണ രീതി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? രണ്ടാമത്തെ തരം ഒബ്സർവേഷൻ രീതി നമുക്ക് നോക്കാം. രണ്ടാമത്തെ തരം ഒബ്സർവേഷൻ രീതിയാണ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഒബ്സർവർ ഒബ്സർവ്സ് ദ ഗ്രൂപ്പ് അണ്ടർ സ്റ്റഡി വിത്തൗട്ട് ആക്ച്വലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഇറ്റ്സ് ആക്ടിവിറ്റീസ്. അതായത് നിരീക്ഷകൻ നിരീക്ഷണ വിധേയമാകുന്നവരുടെ ഗ്രൂപ്പിൽ നിന്നല്ലാതെ നിരീക്ഷിക്കുന്ന രീതിയാണ്
നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. നമുക്ക് ഒരാളെ നിരീക്ഷിക്കുവാനുണ്ട്. അപ്പോൾ അയാൾ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് അയാൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആരാണോ നിരീക്ഷിക്കേണ്ട വ്യക്തി, അതായത് നിരീക്ഷകൻ ആ ഗ്രൂപ്പിൽ നിന്നല്ലാതെ പുറത്ത് നിന്ന് നിരീക്ഷിക്കുന്ന രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിരീക്ഷകൻ നിരീക്ഷണ വിധേയമാകുന്നവരുടെ ഗ്രൂപ്പിൽ നിന്നല്ലാതെ നിരീക്ഷിക്കുന്ന രീതിയാണ് നമ്മൾ നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? മൂന്നാമത്തെ നിരീക്ഷണ രീതി നമുക്ക് നോക്കാം. മൂന്നാമത്തെ നിരീക്ഷണ രീതിയാണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. എന്താണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ? ഒബ്സർവേഷൻ ഈസ് മെയ്ഡ് അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസ്. നിയന്ത്രണ നിരീക്ഷണം അല്ലെ. കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നിയന്ത്രണ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്സർവേഷൻ ഈസ് മെയ്ഡ് അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസ്. ഒരു നിയന്ത്രണം വെച്ചുകൊണ്ട് നമ്മൾ നിരീക്ഷിക്കുന്ന രീതിയാണ് നമ്മൾ നിയന്ത്രണ നിരീക്ഷണം അഥവാ കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം പറയുകയാണ്. നമ്മളിപ്പോൾ എന്താണ് കുട്ടികളെ നമ്മൾ ലാബ്, അതായത് സയൻസ് ലാബ്, കമ്പ്യൂട്ടർ ലാബ് പോലുള്ള ലാബുകളിൽ കുട്ടികളെ പ്രവേശിപ്പിക്കുന്ന സമയത്ത് കുട്ടികളുടെ ആക്ടിവിറ്റീസ് നിരീക്ഷിക്കുന്നതിനായിട്ട് അവിടെ ഒരു CCTV വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊരു നിയന്ത്രണ നിരീക്ഷണ രീതിയാണ്. അതായത് ഇപ്പോൾ ലാബിൽ ഒരു നിയന്ത്രണം വെച്ചിരിക്കുകയാണ് കേട്ടോ, നിരീക്ഷിക്കുകയാണ് അവർ. എന്താണ് അവിടെ നടക്കുന്നതെന്ന് നിരീക്ഷിക്കുവാനായിട്ട്, കുട്ടികളെ നിരീക്ഷിക്കുവാനായിട്ട് ലാബിൽ ഒരു CCTV സ്ഥാപിച്ചിരിക്കുന്നു. അതെന്ത് രീതിയാണ്? നിയന്ത്രണ നിരീക്ഷണ രീതിയാണ്. ബാങ്കുകളിൽ ഇന്ന് എല്ലായിടത്തും തന്നെ നിയന്ത്രണ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് യൂസിങ് CCTV. CCTV എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ എന്നാണ് അർത്ഥം. CCTV മീൻസ് ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത ഒബ്സർവേഷൻ രീതിയിലേക്ക് കടക്കാം. അടുത്ത ഒബ്സർവേഷൻ രീതിയാണ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. നാലാമത്തെ തരം ഒബ്സർവേഷൻ. ഞാൻ പറഞ്ഞു 4 തരം ഒബ്സർവേഷൻസ് ആണുള്ളത്. നാലാമത്തെ തരം ഒബ്സർവേഷൻ ആണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. എന്താണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ? ഒബ്സർവേഷൻ ഈസ് ഡൺ അണ്ടർ നാച്ചുറൽ സെറ്റിംഗ്സ്, ദേ ഒക്കർ സ്പോണ്ടേനിയസ്ലി. അതായത് ഒബ്സർവേഷൻ ഡൺ ഇൻ നാച്ചുറൽ സെറ്റിംഗ്സ് ആസ് ദേ ഒക്കർ സ്പോണ്ടേനിയസ്ലി. അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു നിരീക്ഷണമാണ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒബ്സർവേഷൻസ് നാച്ചുറൽ സെറ്റിങ്സിൽ നിന്നുകൊണ്ടാണ് നടക്കുന്നത്. ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു നിരീക്ഷണത്തെയാണ് നമ്മൾ അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 4 നിരീക്ഷണ രീതികൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ചിൽഡ്രൻസിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കാവുന്ന രണ്ടാമത്തെ ടെസ്റ്റ് നോക്കാം. രണ്ടാമത്തെ ടെസ്റ്റ് ഇതാണ്, ക്ലിനിക്കൽ മെത്തേഡ് അഥവാ കേസ് സ്റ്റഡി. ക്ലിനിക്കൽ മെത്തേഡ് അഥവാ കേസ് സ്റ്റഡി കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. ക്ലിനിക്കൽ മെത്തേഡ് ഓർ കേസ് സ്റ്റഡി. എന്താണ് ക്ലിനിക്കൽ മെത്തേഡ് എന്ന് നമുക്ക് നോക്കാം. ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ് അല്ലെങ്കിൽ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞ മെത്തേഡ് കൊണ്ടുവന്നത് ലൈറ്റ്നർ വിറ്റ്മർ ആണ്. അപ്പോൾ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞ മെത്തേഡ് ആവിഷ്കരിച്ചത് ആരാണ്? ലൈറ്റ്നർ വിറ്റ്മർ ആണ്. ലൈറ്റ്നർ വിറ്റ്മർ ആണ് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞ മെത്തേഡ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേറ്ററ്റ് പരീക്ഷകളിൽ നമുക്ക് ചോദിക്കുവാനായിട്ട് ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. കേസ് സ്റ്റഡി എന്ന മെത്തേഡ് ആവിഷ്കരിച്ചത് ആരോ? ഉത്തരം ലൈറ്റ്നർ വിറ്റ്മർ. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ എന്താണ് കേസ് സ്റ്റഡി എന്ന് നമുക്ക് നോക്കാം. യൂസ്ഡ് ഫോർ സ്റ്റഡിയിങ് ദ ബിഹേവിയറൽ പ്രോബ്ലംസ് ഓഫ് എ മാൽ അഡ്ജസ്റ്റഡ് ഓർ ഡീവിയൻ ഇൻഡിവിജ്വൽ. അതായത് നമ്മൾ ഒരു മാൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള, അതായത് ഒരു ക്ലാസ് റൂം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാ കുട്ടികളുടെയും സ്വഭാവം എന്താണ്? ഒരുപോലെ അല്ല. എല്ലാവർക്കും വ്യത്യസ്തമായിട്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എല്ലാവരും കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ കേസ് സ്റ്റഡി അല്ലെങ്കിൽ ക്ലിനിക്കൽ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ചില ബിഹേവിയറൽ പ്രോബ്ലംസ്, അതായത് മാൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെ അല്ലെങ്കിൽ ഡീവിയൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെ ബിഹേവിയറൽ പ്രോബ്ലംസ് മനസ്സിലാക്കുന്നതിനായിട്ടാണ് നമ്മൾ കേസ് സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ കേസ് സ്റ്റഡിയുടെ പ്രത്യേകത, നമ്മൾ ക്ലാസ് റൂമിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വളരെ റിലയബിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ
പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻസ് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ വ്യക്തിയിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒന്നാണ് കേസ് സ്റ്റഡി അഥവാ ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മാലഡ്ജസ്റ്റഡ് ആയിട്ടുള്ളതും ഡീവിയൻ്റ് ആയിട്ടുള്ളതുമായ കുട്ടികളുടെ അവരുടെ ബിഹേവിയേഴ്സ് മനസ്സിലാക്കുവാനായിട്ടുള്ളൊരു ഒരു മെത്തേഡാണ് ക്ലിനിക്കൽ മെത്തേഡ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എ ചൈൽഡ് ഹൂ ആർ സോഷ്യലി മാലഡ്ജസ്റ്റഡ്, ഇമോഷണലി റെക്ഡ്, എക്സ്പീരിയൻസിങ് ഡിഫിക്കൽട്ടി ഇൻ സ്കൂൾ സബ്ജക്റ്റ് ഈസ് എ ക്ലിനിക്കൽ കേസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ വ്യക്തിയെ നമുക്ക് എന്തെന്ന് പറയാം, കേസ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഒരു സോഷ്യലി മാലഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയോ ഇമോഷണലി റെക്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയോ അല്ലെങ്കിൽ അവൻ്റെ പഠന മേഖലയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂൾ സബ്ജക്റ്റിൽ ഡിഫിക്കൽറ്റി കാണിക്കുന്ന ഒരു കുട്ടിയെയോ നമുക്ക് എന്തായിട്ടെടുക്കാം, ഒരു കേസായിട്ട് എടുക്കാം. എന്തായിട്ടെടുക്കാം? കേസായിട്ട് എടുക്കാം. ഇതിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയാവുന്നത് ഹൈലി റിലയബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞ മെത്തേഡ് ഹൈലി റിലയബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇറ്റ് ഹെൽപ്സ് ദ ടീച്ചർ ടു ഗെയിൻ ദ ബെറ്റർ കൺസെപ്റ്റ് ഓഫ് നോർമൽ ബിഹേവിയർ. അതായത് ഈ ഒരു മെത്തേഡ്, ഈ ക്ലിനിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞ മെത്തേഡ് ടീച്ചേഴ്സിനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. കുട്ടികളുടെ നോർമൽ ബിഹേവിയേഴ്സിനെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കുവാനായിട്ട് അധ്യാപകരെ സഹായിക്കുന്ന ഒരു മെത്തേഡാണിത്. ഇതൊരു ഹൈലി റിലയബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ കേസ് സ്റ്റഡി ക്ലിയറായി. മൂന്നാമത്തെ മെത്തേഡ് നമുക്ക് നോക്കാം. മൂന്നാമത്തെ മെത്തേഡാണ് അഭിമുഖം. മൂന്നാമത്തെ മെത്തേഡാണ് അഭിമുഖം അഥവാ ഇൻ്റർവ്യൂ. അഭിമുഖം അഥവാ ഇൻ്റർവ്യൂ കേട്ടോ. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡാറ്റ കളക്ഷൻ എൻകൗണ്ടർ ബിറ്റ്വീൻ 2 or more people. 2 or അതിലധികമോ ആൾക്കാർ തമ്മിൽ നടത്തുന്ന ഒരു ഡാറ്റ കളക്ഷൻ എൻകൗണ്ടർ ആണ്. പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതായത് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവരെ നമുക്ക് ഇൻ്റർവ്യൂവർ എന്ന് പറയാം കേട്ടോ. ഒരു ഇൻ്റർവ്യൂവിന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആരാണോ അയാളെ നമുക്ക് ഇൻ്റർവ്യൂ നടത്തുന്നയാളെന്ന് പറയാം. അതുപോലെ തന്നെ ആരെയാണോ ചോദ്യം ചെയ്യുന്നത് അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഇൻ്റർവ്യൂയി എന്ന് പറയാം കേട്ടോ. അപ്പോൾ അഭിമുഖം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇതൊരു ഡാറ്റ കളക്ഷൻ എൻകൗണ്ടർ ആണ്. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ശേഖരിക്കുകയാണ്. അവൻ്റെ എഡ്യൂക്കേഷണൽ പരമായിക്കൊള്ളട്ടെ, അവൻ്റെ എബിലിറ്റീസ് ആയിക്കൊള്ളട്ടെ, ഇതൊക്കെയെല്ലാം മനസ്സിലാക്കി എടുക്കുവാനായിട്ടുള്ള ഒരു തന്ത്രമാണ് ഏതെന്ന് പറയുന്നത്, ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ ചൈൽഡ് ബിഹേവിയേഴ്സ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഇൻ്റർവ്യൂ അഥവാ അഭിമുഖം എന്ന് പറയുന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ബൈ എ പേഴ്സൺസ് ആർ കോൾഡ് ഇൻ്റർവ്യൂവർ. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഇൻ്റർവ്യൂവർ എന്നും. ആരോടാണോ ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന വ്യക്തിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഇൻ്റർവ്യൂയി എന്ന് പറയാം. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ തന്നെ 2 തരമുണ്ട്. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവും ഉണ്ട്, അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ 2 തരമുണ്ട്. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ഉണ്ട്, അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ഉണ്ട്. ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ആണ്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ആണ്. ആദ്യത്തെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. എന്താണ് സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് നമുക്ക് നോക്കാം. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ചോദിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള അഭിമുഖത്തെയാണ് നമ്മൾ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ? ചോദിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള അഭിമുഖങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ചില ഡിബേറ്റുകളൊക്കെ ഡിബേറ്റ്സ് അല്ല, ചില സംവാദങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടോപ്പിക്ക് അവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനോടനുബന്ധിച്ച് അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നു, ഒരു വ്യക്തിയോട് ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രീ പ്ലാൻഡ് ആണ്. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിൽ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ പ്രീ പ്ലാൻഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രീ ഡിറ്റർമിൻഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. സ്ട്രക്ചർ ഇൻ്റർവ്യൂയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പ്രീ ഡിറ്റർമിൻഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആർ പ്ലാൻഡ് ആൻഡ് ക്രിയേറ്റഡ് ഇൻ അഡ്വാൻസ്. അതായത് നേരത്തെ തന്നെ ക്വസ്റ്റ്യൻസ് പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കും. നേരത്തെ തന്നെ ക്വസ്റ്റ്യൻസ്
പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഇതിനെയാണ് നമ്മൾ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് നമുക്ക് നോക്കാം. അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. എന്താണ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂയുടെ മറ്റൊരു പേരാണ് നോൺ ഡയറക്റ്റീവ് ഇൻ്റർവ്യൂ. അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂയുടെ മറ്റൊരു പേരാണ് നോൺ ഡയറക്റ്റീവ് ഇൻ്റർവ്യൂ. എന്താണ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ? ചോദിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്യാതെ ആൾക്കാരുടെ റെസ്പോൺസിൽ നിന്നും കാര്യങ്ങൾ ചോദിക്കുന്ന ഒരുതരം ഇൻ്റർവ്യൂ രീതിയാണ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അതായത് ചോദിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കാതെ ആൾക്കാരുടെ റെസ്പോൺസിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനെയാണ് നമ്മൾ അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അതായത് ദ ക്വസ്റ്റ്യൻസ് ആർ അറേഞ്ച്ഡ്. ഇവിടെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രീ അറേഞ്ച്ഡ് ആണ് കേട്ടോ. പ്രീ അറേഞ്ച്ഡ്, നോട്ട് പ്രീ അറേഞ്ച്ഡ്. അതായത് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂയുടെ കേസിൽ ക്വസ്റ്റ്യൻസ് ആർ നോട്ട് പ്രീ അറേഞ്ച്ഡ് ആണ്. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂയുടെ കേസിൽ ക്വസ്റ്റ്യൻസ് ആർ അറേഞ്ച്ഡ് ആണ് കേട്ടോ. നേരത്തെ തന്നെ പ്രീ പ്ലാൻഡ് ആയിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താണ് ഒരു പ്രധാന വ്യത്യാസം? സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിൽ ക്വസ്റ്റ്യൻസ് പ്രീ അറേഞ്ച് ചെയ്ത് വെക്കും. അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ക്വസ്റ്റ്യൻസ് നോട്ട് പ്രീ അറേഞ്ച്ഡ്. ക്ലിയർ ആയല്ലോ? അടുത്ത നാലാമത്തെ രീതി നമുക്ക് നോക്കാം. നാലാമത്തെ രീതി ഇതാണ്, സൈക്കോളജിക്കൽ ടെസ്റ്റ് കേട്ടോ. നാലാമത്തെ രീതിയാണ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. എന്താണ് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് മെത്തേഡ് ഓഫ് എ sample of persons behavior that is used to measure the individual difference that exist among the people. സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റാൻഡർഡൈസ്ഡ് മെഷറാണ്. എന്തിൻ്റെ സ്റ്റാൻഡർഡൈസ്ഡ് മെഷറാണ്? അതായത് പേഴ്സൺസിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കി എടുക്കുവാനായിട്ടുള്ള ഒരു സ്റ്റാൻഡർഡൈസ്ഡ് മെഷറിനെയാണ് നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ആൾക്കാരിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് മെഷർ ഓഫ് സാമ്പിൾ ഓഫ് എ പേഴ്സൺ ബിഹേവിയർ ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ദാറ്റ് എക്സിസ്റ്റ് എമംഗ് ദ പീപ്പിൾ. മനസ്സിലായല്ലോ? അപ്പോൾ ആൾക്കാരിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് നടത്തുന്ന ഒരു സ്റ്റാൻഡർഡൈസ്ഡ് മെഷറാണ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. ഇവിടെ നമ്മൾ സാമ്പിളായിട്ട് എടുക്കുന്നത് എന്താണ്? പേഴ്സൺസിനെയാണ്. അതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസ്ഡ് മെഷർ ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് മെൻ്റൽ ആൻഡ് ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ്. സ്റ്റാൻഡർഡൈസ്ഡ് മെഷർ ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് മെൻ്റൽ ആൻഡ് ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് മെൻ്റലും ബിഹേവിയറലുമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് മെഷർ ചെയ്യാനും നമ്മൾ ഏത് ടെസ്റ്റ് ഉപയോഗിക്കും? സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദ ട്രെയിൻഡ് ഇവാലുവേറ്റേഴ്സ്. നമുക്കിത് അഡ്മിനിസ്ട്രേറ്റഡ് ചെയ്യണമെങ്കിൽ ട്രെയിൻഡ് ഇവാലുവേറ്റേഴ്സിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ മാത്രമേ സൈക്കോളജിക്കൽ ടെസ്റ്റ് നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിന് പരിശീലനം നേടിയ ഇവാലുവേറ്റേഴ്സിൻ്റെ ആവശ്യമുണ്ട് സൈക്കോളജിക്കൽ ടെസ്റ്റ് നടത്തുവാനായിട്ട്. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ പരിചയപ്പെടാം. സൈക്കോളജിക്കൽ ടെസ്റ്റുകളുടെ വ്യത്യസ്ത സൈക്കോളജിക്കൽ ടെസ്റ്റ് ടൈപ്സ് ആണ് ഞാൻ പറയുന്നത്. ഒന്ന്, പേഴ്സണാലിറ്റി ടെസ്റ്റ്. പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്ന വ്യക്തിത്വ പരിശോധന നടത്തുന്ന സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. നാലാമതായിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ഇമോഷണൽ ഇൻ്റലിജൻസ് ടെസ്റ്റ് അഥവാ EI ടെസ്റ്റ്. അടുത്തത് ഇൻ്റലിജൻസ് ടെസ്റ്റ്. അടുത്തത് ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ്. അതുപോലെ തന്നെ അടുത്തത് പ്രൊജക്റ്റീവ് ടെസ്റ്റ്. അപ്പോൾ എത്ര തരം സൈക്കോളജിക്കൽ ടെസ്റ്റുകളാണ് പറയുന്നത്? പേഴ്സണാലിറ്റി ടെസ്റ്റ്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇമോഷണൽ ഇൻ്റലിജൻസ് ടെസ്റ്റ്, ഇൻ്റലിജൻസ് ടെസ്റ്റ്, ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ്, പ്രൊജക്റ്റീവ് ടെസ്റ്റ്. അപ്പോൾ സൈക്കോളജിക്കൽ ടെസ്റ്റുകളെ കുറിച്ച്
ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സൈക്കോളജിക്കൽ ടെസ്റ്റുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ചിൽഡ്രൻസിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കി എടുക്കുവാനായിട്ടുള്ള 4 തരം മെത്തേഡ്സ് ആണ് പഠിച്ചത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഓൺലൈൻ കോച്ചിങ്ങും ഇതിൻ്റെ അവൈലബിൾ ആണ്. അത് ആവശ്യമായിട്ടുള്ളവർ ചാനലിൽ വന്നിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക്